അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ ആരംഭിച്ച ആ ഒരു സംഘർഷം ഒരു കലാപമായി മാറുന്നു. അവരെ നേരിടാനായി 2000-ലധികം നാഷണൽ ഗാർഡുകളെ വിന്യസിച്ചിരിക്കുന്നു. ശക്തമായി തന്നെ ഇതിനെ അടിച്ചമർത്തുമെന്ന് ട്രംപ് പറയുന്നു. എമിഗ്രേഷൻ വകുപ്പിന്റെ നടപടിക്കെതിരെ തുടങ്ങിയ പ്രതിഷേധമാണ്. 118 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പ്രതിഷേധം അക്രമത്തിലേക്ക് തിരിയുകയായിരുന്നു. ഈ അക്രമമാണ് കലാപത്തിലേക്ക് മാറിയത്. മുഖംമൂടിയും മറ്റും ധരിച്ച് കലാപകാരികൾ അഴിഞ്ഞാടുകയായിരുന്നു. ഇവരെ തുടക്കത്തിൽ നിയന്ത്രിക്കാനോ അടിച്ചമർത്താനോ കഴിഞ്ഞില്ല. ഇപ്പോൾ 44 പേരെ അറസ്റ്റ് ചെയ്ത വാർത്തയും പുറത്തു വരുന്നു. ഇതിനിടയിൽ കാലിഫോർണിയയിലെ ഗവർണറുടെ കഴിവുകേടാണ് ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെന്നും ഗവർണർ ഈ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നുകൂടി ട്രംപ് പറയുമ്പോൾ ഗവർണർ ട്രംപ് പോരെ കടുക്കുന്നു. ഒപ്പം തന്നെ ഈ കുടിയേറ്റ നിയമത്തിനെതിരെ തുടങ്ങുന്ന പ്രതിഷേധം വലിയ കലാപമായി അമേരിക്കയിൽ പലയിടത്തും ഉയർന്നു വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.